ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു നിഷിതാസ് കുസീൻ. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുലാവാണ്, സാമോ റൈസ് പുലാവ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 3/4 കപ്പ് സാമോ റൈസ് എടുത്തിട്ടുണ്ട്. ഇത് സാമോ റൈസ്, സാമ റൈസ്, സമക്ക റൈസ് എന്നെല്ലാം പറയും. കാണുമ്പോൾ ഏകദേശം റവ പോലെ ഉണ്ടാവും. ഇത് നോർത്ത് ഇന്ത്യൻസ് വ്രതെടുക്കുമ്പോൾ കഴിക്കുന്ന വിഭവങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. നല്ല ഹെൽത്തിയാണ്. ഇതിലേക്ക് നല്ലോണം മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ച് 20 മിനിറ്റ് കുതിർത്ത് വെക്കാം. സാമോ റൈസ് കുതിർത്ത് വെച്ചത് 20 മിനിറ്റിന് ശേഷം നന്നായി കഴുകി വെള്ളം വാർന്നു പോകാൻ വേണ്ടി ഒരു അരിപ്പയിലിട്ട് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഒരു പാത്രത്തിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കി 4 ഏലക്കയും 3 ഗ്രാമ്പും 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 1 ബേ ലീഫും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് താളിക്കാം. ഈ സ്പൈസസിന്റെ എല്ലാം നല്ല മൂത്ത മണം വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും 1 പച്ചമുളക് മുറിച്ചതും ചേർത്ത് വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകും വാടി തുടങ്ങുമ്പം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് മുറിച്ചതും കുറച്ച് ബീൻസ് മുറിച്ചതും ചേർത്ത് വഴറ്റാം. ഞാനിപ്പോൾ ക്യാരറ്റും ബീൻസും മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഇഷ്ടമുള്ള പച്ചക്കറി വേറെ ചേർക്കാം. ഉരുളക്കിഴങ്ങോ ഗ്രീൻ പീസോ ഒക്കെ വേണം ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച സാമോ റൈസ് ചേർക്കാം. ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് കുറച്ച് സെക്കൻഡ്സ് വഴറ്റാം. ഈ സാമോ റൈസ് ഡ്രൈ ആയി വരുമ്പം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ 3/4 കപ്പ് സാമോ റൈസ് എടുത്തിട്ടുള്ളത്. അതിന് 1.5 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് സിന്ധി സാൾട്ട്, സേന്ത നമുക്ക് എന്നൊക്കെ പറയുന്ന ഉപ്പാണ്. വ്രതെടുക്കുമ്പോൾ കഴിക്കുന്ന വിഭവങ്ങൾക്ക് ചേർക്കുന്ന ഉപ്പാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിനി അടച്ചു വെച്ച് തീ കുറച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ സാമോ റൈസ് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ച് ചേർത്ത് ഇളക്കി കൊടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം. മല്ലിയില കുറച്ച് അധികം ഉണ്ടെങ്കിൽ അധികം ചേർക്കാം. സാമോ റൈസ് പുലാവ് റെഡിയാണ്. ഇതിന് തീ ഓഫ് ചെയ്ത് അടച്ചു വെച്ച് 5 മിനിറ്റിന് ശേഷം തുറന്നെടുക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്